സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഇറാനെതിരെ നടത്തിയ ആക്രമണം ഇസ്രയേലിനെ സർവത്ര കുഴപ്പത്തിലേക്ക് ചാടിച്ചിരിക്കുകയാണ്. ഇറാനുമായുള്ള സംഘർഷം സാമ്പത്തികമായി തന്നെ ഇസ്രയേലിനെ ബാധിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. കനത്ത ചെലവ് കാരണം ഇസ്രയേലിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് കുറഞ്ഞു. മാത്രമല്ല, ഇറാനുമായുള്ള സംഘർഷ സമയത്തെ നാശനഷ്ടങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രയേലിന് നാണക്കേടുമാവുകയാണ്. അതേസമയം ബ്രിക്സ് ഉച്ചകോടി ഇസ്രയേലിന്റെ ആക്രമണത്തെ അപലപിച്ചത് ഇറാനെ സംബന്ധിച്ച് വലിയ നയതന്ത്ര വിജയമായി മാറി. ഒപ്പം ഇസ്രയേൽ തന്നെയും കൊല്ലാൻ ശ്രമിച്ചെന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്ക്യാന്റെ വെളിപ്പെടുത്തലും അവരെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ നിലവിലെ രാഷ്ട്രീയ പരിസരത്തെ നോക്കിക്കാണുകയാണ് ഈ വീഡിയോ. ആദ്യം ഇസ്രയേൽ നേരിടുന്ന തിരിച്ചടികളെക്കുറിച്ച് അറിയാം. ഇറാനുമായുള്ള 12 ദിവസത്തെ സംഘർഷത്തിൽ ഇസ്രയേലിന് ഏകദേശം $12 ബില്യൺ ചെലവുണ്ടായെന്നാണ് ആരോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക് പോളിസി പറയുന്നത്. ഒപ്പം ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിന് $3 ബില്യൺ നാശനഷ്ടമുണ്ടായെന്ന് ബ്ലൂബർഗിന്റെ റിപ്പോർട്ടും പറയുന്നു. ഹൈഫയിലെ ബസാൻ റിഫൈനറി അടച്ചുപൂട്ടിയത് ദിവസേന $3 മില്യൺ നഷ്ടമുണ്ടാക്കി. ഇസ്രയേൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പതിവില്ലാത്ത പരിഭ്രാന്തി ഇറാന്റെ പ്രത്യാക്രമണം സൃഷ്ടിച്ചു. വിമാന ഗതാഗതത്തിലെ നിയന്ത്രണം കാരണം വ്യോമയാന മേഖലയിൽ $6 മില്യൺ നഷ്ടമുണ്ടായെന്ന് കണക്കുകൾ പുറത്തുവരുന്നു. 15,000 ഇസ്രയേലികൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. ഇവരെ ഹോട്ടലുകളിൽ പുനരധിവസിപ്പിക്കാൻ $29 മില്യൺ ചെലവുണ്ടായി. $6.46 ബില്യൺ ട്രഷറി നഷ്ടം നേരിട്ടു. ഇങ്ങനെ പരോക്ഷ ചെലവുകൾ കൂടി കണക്കാക്കുമ്പോൾ ഇറാനെ ആക്രമിച്ചതുവഴി ഇസ്രയേലിന് നഷ്ടം $20 ബില്യൺ ആണെന്ന് സാമ്പത്തിക ഏജൻസികൾ കണക്കാക്കുന്നു. ഇതിന്റെ എല്ലാം പ്രതിഫലനം എന്ന നിലയിലാണ് ഇസ്രയേലിലെ സാമ്പത്തിക വളർച്ചാ നിരക്ക് 3.5% നിന്ന് 3.33% കുറഞ്ഞത്. ഈ പ്രതിസന്ധി കാരണം വായ്പാ പലിശ നിരക്ക് കുറയ്ക്കാൻ ഇസ്രയേലി കേന്ദ്ര ബാങ്ക് തയ്യാറായിട്ടുമില്ല. സാമ്പത്തിക പ്രവർത്തനങ്ങൾ വളരെ പതുക്കെയാണ് തിരിച്ചു വരുന്നത് എന്നാണ് ബാങ്ക് വിലയിരുത്തുന്നത്. ഇതിനിടയ്ക്ക് ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രയേലിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ കണക്ക് പുറത്തുവരുന്നത് നെതന്യാഹു സർക്കാരിന്റെ ഇമേജ് രാജ്യത്തിനകത്ത് മോശമാക്കുന്നുണ്ട്. പ്രതിപക്ഷം പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന നിലപാടിലുമാണ്. ഇറാനിയൻ മിസൈലുകൾ ഇസ്രയേലിന്റെ 5 സൈനിക താവളങ്ങളിൽ പതിച്ചെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒറിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പങ്കുവച്ച സാറ്റലൈറ്റ് ഡാറ്റ ഉദ്ധരിച്ചാണ് ഈ വിവരം ദ ടെലിഗ്രാഫും ജെറുസലേം പോസ്റ്റും പോലുള്ള പത്രങ്ങൾ പുറത്തുവിട്ടത്. തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളിലാണ് മിസൈൽ പതിച്ചത് എന്നാണ് കണ്ടെത്തൽ. ആകെ 6 ഇറാനിയൻ മിസൈലുകളാണ് സൈനിക താവളങ്ങൾക്ക് മുകളിൽ വീണത്. ഇസ്രയേലിന്റെ പേരുകേട്ട വ്യോമ പ്രതിരോധം മറികടന്ന് 36 മിസൈലുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിച്ചെന്ന് സാറ്റലൈറ്റ് ഡേറ്റ പറയുന്നു. സംഘർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ 2% ഇറാനിയൻ മിസൈലുകളാണ് ഇസ്രയേൽ പ്രതിരോധത്തെ മറികടന്നത്. എന്നാൽ 7-ാം ദിവസം ഇത് 16% കൂടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഇതൊന്നും സ്ഥിരീകരിക്കാൻ ഇസ്രയേൽ സൈന്യമോ സർക്കാർ ഉദ്യോഗസ്ഥരോ തയ്യാറായിട്ടില്ല. ഇസ്രയേലിൽ ഉണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു പോകരുതെന്ന കർശന നിർദ്ദേശമാണ് സംഘർഷ സമയത്ത് നെതന്യാഹു സർക്കാർ നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ദൃശ്യങ്ങളും വിവരങ്ങളും മാത്രമാണ് പുറത്തേക്ക് വന്നത്. അങ്ങനെ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളാണ് ഇസ്രയേലിന് നാണക്കേടുണ്ടാക്കി ഇപ്പോൾ പുറത്തു ചാടുന്നത് എന്നാണ് അർത്ഥം. മറ്റു ചില വിവരങ്ങളും ഇസ്രയേലിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അതിങ്ങനെയാണ്: ഇറാന്റെ പ്രത്യാക്രമണത്തിൽ വീട് നഷ്ടപ്പെട്ടവരെ ഹോട്ടലുകളിലാണ് ഇതുവരെ പുനരധിവസിപ്പിച്ചിരുന്നത്. ഇങ്ങനെ നൂറുകണക്കിന് കുടുംബങ്ങൾ പുനരധിവസിപ്പിക്കപ്പെട്ട നൂറുകണക്കിന് കുടുംബങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹോട്ടലുകൾ. വീടുകൾക്ക് പരിമിതമായ നാശനഷ്ടം സംഭവിച്ചവർക്ക് ഹോട്ടൽ താമസത്തിനുള്ള ഫണ്ട് നൽകില്ല എന്ന് അധികൃതർ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ആളുകൾ ഒഴിയണമെന്ന നിലപാടുമായി ഹോട്ടൽ മാനേജ്മെന്റുകൾ രംഗത്ത് വന്നത്. ഇസ്രയേൽ സന്ദർശകർക്കും അന്താരാഷ്ട്ര കായിക താരങ്ങൾക്കും റൂമുകൾ നൽകേണ്ടതുണ്ട് എന്നാണ് ഹോട്ടൽ മാനേജ്മെന്റുകൾ ഇതിന് പറയുന്ന ന്യായീകരണം. ഇറാന്റെ ആക്രമണത്തിൽ വലിയ തോതിൽ വീടുകൾ നഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ മാറി താമസിക്കുന്നവരിൽ നിന്ന് വൻ തുക വാടക ഈടാക്കുന്നുവെന്ന് ജെറുസലേം പോസ്റ്റ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ചില സന്നദ്ധ സംഘടനകൾ മാത്രമാണ് ഇത്തരക്കാർക്ക് ആശ്രയമായി ഉള്ളത്. സർക്കാർ സംവിധാനങ്ങൾ ഒരു സഹായവും നൽകുന്നില്ല എന്നാണ് പത്രത്തിൽ പറയുന്ന ഒരു ആക്ഷേപം. അതുകൊണ്ട് തന്നെ നെതന്യാഹു സർക്കാരിനെതിരെ ഈ മേഖലയിൽ വലിയ പ്രതിഷേധത്തിലാണ് ജനങ്ങൾ ഉള്ളത്. വീടും ബിസിനസ്സും ഒക്കെ തകർന്ന അവസ്ഥയിലുമാണ് ഈ മേഖലയിലുള്ള ഇസ്രയേലികൾ. നിത്യച്ചെലവിന് പോലും പണം കണ്ടെത്താനാകാത്ത സാഹചര്യമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതാണ് ഇറാന്റെ പ്രത്യാക്രമണത്തിന് ശേഷമുള്ള ഇസ്രയേലിലെ യഥാർത്ഥ സാഹചര്യമെന്നാണ് വിവിധ സന്നദ്ധ സംഘടനകളെയും ഏജൻസികളെയും ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ. ഇസ്രയേലിൽ നിന്ന് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ ഇറാൻ നയതന്ത്ര വിജയം സ്വന്തമാക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം.
ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഇറാനെതിരായ ആക്രമണങ്ങളെ ഉച്ചകോടി ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭ ചട്ടങ്ങളുടെയും ലംഘനമാണ് ഇറാനെതിരെ നടന്ന ആക്രമണമെന്നാണ് ഉച്ചകോടി വിമർശിച്ചത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്റ്റ്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, UAE തുടങ്ങിയ രാജ്യങ്ങളാണ് ബ്രിക്സ് കൂട്ടായ്മയിലുള്ളത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്കെതിരെ നടന്ന ആക്രമണങ്ങളിൽ ഗുരുതരമായ ആശങ്കയും ബ്രിക്സ് രാജ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഇതോടെ ഇറാന്റെ നിലപാടിന് അന്താരാഷ്ട്ര പിന്തുണ ലഭിച്ചെന്ന വിലയിരുത്തലുകളാണ് വരുന്നത്. മാത്രമല്ല, ഇറാന്റെ നയതന്ത്ര ഒറ്റപ്പെടലിന്റെ അവസാനമായും ഇതിനെ നിരീക്ഷകർ കണക്കാക്കുന്നു. ആണവ കരാർ സംബന്ധിച്ച ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് ഇറാൻ തീർത്തും നയതന്ത്രപരമായി ഒറ്റപ്പെട്ടു പോയത്. അത് മറികടക്കാൻ പുതിയ സാഹചര്യത്തിൽ ഇറാന് കഴിഞ്ഞത് വലിയ നേട്ടമായി തന്നെ കണക്കാക്കണം. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ നയതന്ത്ര മികവായും ഇതിനെ ചിലർ നിരീക്ഷിക്കുന്നുണ്ട്. റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയാണ് ഇറാന് ബ്രിക്സ് ഉച്ചകോടിയിലും നേട്ടമായത്. കഴിഞ്ഞ വർഷം മാത്രം ബ്രിക്സിൽ പൂർണ്ണ അംഗമായ രാജ്യമാണ് ഇറാൻ. ഇപ്പോൾ കിട്ടിയ പിന്തുണയിലൂടെ അന്താരാഷ്ട്ര വേദികളിൽ തങ്ങളുടെ നിലപാട് ശക്തിപ്പെടുത്താൻ ഇറാന് കഴിയും. ഒപ്പം അറബ് ലീഗും പുതിയ സാഹചര്യത്തിൽ ഇറാനെ പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പ്രവൃത്തികളെ ഐക്യരാഷ്ട്രസഭയിലും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ മുന്നിലും എത്തിക്കാൻ ഉതകുന്ന നയതന്ത്ര അടിത്തറയായും ബ്രിക്സ് രാജ്യങ്ങളുടെ ഈ പിന്തുണയെ ഇറാൻ കണക്കാക്കുന്നു. ഇതിനിടയിലാണ് ഇസ്രയേൽ തന്നെയും വധിക്കാൻ ശ്രമിച്ചെന്ന ആരോപണവുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു യോഗം നടക്കുന്ന സ്ഥലത്ത് ബോംബിടാൻ അവർ ശ്രമിച്ചു. പക്ഷേ ഇറാന്റെ രഹസ്യസേന ആ ശ്രമം പരാജയപ്പെടുത്തിയെന്നാണ് പെസസ്കിയാൻ പറഞ്ഞത്. അത് ചെയ്തത് അമേരിക്കയല്ല, ഓർക്കണം, ഇസ്രയേലാണ്. അമേരിക്കൻ മാധ്യമപ്രവർത്തകന് നൽകിയ അഭിമുഖത്തിലാണ് പെസസ്കിയാന്റെ ഈ ഗുരുതരമായ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവിനെ വധിക്കാൻ ഇസ്രയേൽ ശ്രമിച്ചെന്ന് വെളിപ്പെടുത്തിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണെന്നും പെസസ്കിയാൻ ഈ അഭിമുഖത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നേരത്തെ സംഘർഷ സമയത്ത് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയെ വധിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇറാനിൽ ഭരണമാറ്റം വരുത്തുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. ഇതാണ് പിന്നീട് അവർക്ക് തന്നെ വിനയായി മാറിയത്. ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അതുവരെ നിശബ്ദമായിരുന്ന റഷ്യ ഇറാനെ പിന്തുണച്ച് രംഗത്തെത്തിയത്. ഒപ്പം ചൈനയും വന്നു. ഇതായിരുന്നു ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിലെ കീ പോയിന്റ്. ഇതോടെയാണ് അമേരിക്ക പിന്നോട്ട് വലിഞ്ഞതും പിന്നീട് ചില കാട്ടിക്കൂട്ടലുകൾ നടത്തിയതും ഒടുവിൽ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയതും. എന്തായാലും പെസസ്കിയാന്റെ പുതിയ ആരോപണം അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇസ്രയേലിനെ പ്രതിരോധത്തിലാക്കാൻ പോകുന്നതാണ് എന്ന് തന്നെ പറയാം. മാത്രമല്ല, ബ്രിക്സ് പോലൊരു ഉച്ചകോടിയിൽ ഇറാൻ നേടിയ നയതന്ത്ര വിജയവും വളരെ നിർണായകമാണ്. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ യഥാർത്ഥ നഷ്ടം ഇസ്രയേലിനാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് പുതിയ സംഭവവികാസങ്ങൾ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.